ഇന്ന് ഞാൻ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 142, 143 എന്നീ 2 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫആഹു മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലത്തിഹിമുല്ലതി കാനൂ അലൈഹാ കുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇവർ നമസ്കാരവേളയിൽ തിരിഞ്ഞു നിന്നിരുന്ന കിബിലയിൽ നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണമെന്താണെന്ന് മനുഷ്യരിലെ മൂഢന്മാർ ചോദിച്ചേക്കും. നബിയെ, അള്ളാഹുവിൻ്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറും. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ പാതയിലേക്ക് നയിക്കുന്നു. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂനു റസൂലു അലൈക്കും ഷഹീദ വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുന്ത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻകലിബു അലൽ ഹക്കിബൈഹി വഇൻ കാനത് ലകബീറത്തൻ ഇല്ലാ അലല്ലദീന ഹാദല്ലാഹ് വമാ കാനല്ലാഹു ലിയുദീഹ ഈമാനക്കും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും വേണ്ടി. റസൂലിനെ പിന്തുടരുന്നവരെ പിന്മാറിക്കളയുന്നവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു നീ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം കിബിലയായി നിശ്ചയിച്ചത്. അള്ളാഹു നേർവഴിയിലാക്കിയവരൊഴികെയുള്ളവർക്കെല്ലാം അത് കിബില മാറ്റം ഒരു വലിയ പ്രശ്നമായിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് വിശ്വാസത്തെ പാഴാക്കി കളയുകയില്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. സമയവും ക്രമവും നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥാപിതമായ പ്രാർത്ഥനയാണ് സലാഹ് അഥവാ നമസ്കാരം. എല്ലാ വിശ്വാസികളും ഒരേ ഭാഗത്ത് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുകയാണ് അതിൻ്റെ ശരിയായ മുറ. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ദിശയ്ക്കാണ് കിബില എന്ന് പറയുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയ്ക്ക് അള്ളാഹു കിബില സംബന്ധമായ നിർദ്ദേശം നൽകിയിരുന്നു. 10-ാമത്തെ അധ്യായത്തിലെ 87-ാമത്തെ വചനം ഇങ്ങനെയാണ്: മൂസായ്ക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനും നാം ഇപ്രകാരം ബോധനം നൽകി. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ഈജിപ്തിൽ വീടുകൾ സൗകര്യപ്പെടുത്തുകയും നിങ്ങളുടെ വീടുകൾ നിങ്ങൾ കിബിലയാക്കുകയും നമസ്കാര മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. വീടുകൾ കിബിലയാക്കുക എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏക അഭിപ്രായക്കാരല്ല. വീടുകളെ നമസ്കാര സ്ഥലമാക്കുക എന്നാണ് ചില വ്യാഖ്യാതാക്കൾ നൽകിയ വിശദീകരണം. പക്ഷേ അത് കിബില എന്ന പദത്തിൻ്റെ അർത്ഥവുമായി തികച്ചും യോജിക്കുന്ന ഒരു വിശദീകരണമല്ല. വീടുകൾ കിബിലയാക്കുക എന്നതിൻ്റെ വിവക്ഷ മൂസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവരുടെ വീടുകൾ അവർക്ക് അള്ളാഹു വിധിച്ചതായി ഖുർആനിൽ 5-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം വ്യക്തമാക്കിയിട്ടുള്ള പവിത്ര ഭൂമിക്ക്, അതായത് പലസ്തീൻ, അഭിമുഖമാക്കുക എന്നായിരിക്കാൻ സാധ്യതയുണ്ട്. ജഅലൂ ബുയൂത്തിക്കും കിബില എന്നതിന് വീടുകൾ പരസ്പരം അഭിമുഖമാക്കുക എന്നാണ് ഈ നിഘണ്ടുവിൽ നൽകിയിട്ടുള്ള വിശദീകരണം. അള്ളാഹുവാണ് സർവജ്ഞൻ. ഹിജ്റയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത് എന്ന വിഷയത്തിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. കഅബയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കഅബക്കും ബൈത്തുൽ മുഖദ്ദസിനും അഭിമുഖമായിട്ടാണ് അദ്ദേഹം നമസ്കരിച്ചിരുന്നത് എന്ന റിപ്പോർട്ടാണ് ശരിയായിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഹിജ്റയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നതെന്ന് മദീനയിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാൻ
തുടങ്ങിയതെന്നുമുള്ള റിപ്പോർട്ട് ശരിയാണെങ്കിൽ കിബില മാറ്റം 2 തവണ ഉണ്ടായിട്ടുണ്ടെന്ന് വരും. അങ്ങനെ വ്യക്തമാക്കുന്ന പ്രബലമായ റിപ്പോർട്ടൊന്നും വന്നിട്ടുമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ജനങ്ങൾ കുബ്ബ പള്ളിയിൽ സുബഹി നമസ്കരിക്കുന്നതിനിടെ അവരുടെ അടുത്ത ഒരാൾ വന്ന് പറഞ്ഞു, കഴിഞ്ഞ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ സൂക്തങ്ങൾ അവതരിക്കപ്പെടുകയും കിബില കഅബക്ക് അഭിമുഖമായി നിന്ന് നമസ്കരിക്കാൻ അദ്ദേഹത്തിന് കൽപ്പന ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അങ്ങോട്ട് തിരിയണം. അപ്പോൾ അവർ ഷാമിലേക്ക്, അതായത് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള സിറിയയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത്. അത് കേട്ടപ്പോൾ ആ നമസ്കാരത്തിൽ തന്നെ അവർ കഅബയിലേക്ക് തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 16-17 മാസമാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്നതെന്ന് ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഹൂദരെ തുടർന്ന് ബഹുദൈവവാദികളും കപടന്മാരും ഇതിൻ്റെ പേരിൽ വിമർശനം നടത്തിയതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമായ കിബിലയാണ് മുഹമ്മദ് നബി സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പ്രവാചകനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നുമാണ് യഹൂദർ ഉന്നയിച്ച വിമർശനം. മുഹമ്മദ് ഇപ്പോൾ ഞങ്ങളുടെ കിബിലയിലേക്ക് മടങ്ങിയിരിക്കുകയാകുന്നു, ഞങ്ങൾ സത്യത്തിലാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. സാവകാശത്തിൽ അയാൾ ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്നായിരുന്നു ബഹുദൈവവാദികളുടെ പ്രതികരണം. മുഹമ്മദ് മുമ്പ് സ്വീകരിച്ച കിബില സത്യപ്രകാരമുള്ളതാണെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചത് സത്യവിരുദ്ധം തന്നെയായിരിക്കും എന്നായിരുന്നു കപടന്മാരുടെ വാദം. വിവേചനം കൂടാതെ എല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കാനും അവരുടെ എല്ലാം അധ്യാപനങ്ങളെ മാനിക്കാനും അവരെല്ലാം സ്ഥാപിച്ച ആരാധനാലയങ്ങളെ ആദരിക്കാനും ബാധ്യസ്ഥനായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറാമോ മസ്ജിദുൽ അക്സയോ കിബിലയാക്കുന്നതിൽ യാതൊരു അസാംഗത്യവുമില്ല. 17-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: തൻ്റെ ദാസനെ, അതായത് മുഹമ്മദ് നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്രേ അത്. തീർച്ചയായും അവൻ, അതായത് അള്ളാഹു, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. മസ്ജിദുൽ അക്സ ഏറ്റവും ആദ്യമായി സ്ഥാപിച്ചതാരാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെന്ന പോലെ ഇപ്പോഴും അതിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ അറിയപ്പെടുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമയാണ്. അദ്ദേഹം പഴയ ആരാധനാലയം പുതുക്കി പണിതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വദേശമായ ഇറാഖ് വിട്ട ശേഷം ഏറെക്കാലം താമസിച്ചത് ഫലസ്തീനിലാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ അവിടുത്തെ അൽ ഖലീൽ, ഹൈബ്രോൺ നഗരത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ നഗരം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അധികം ദൂരെയല്ല. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാം എന്നിവരുടെ കർമ്മഭൂമിയും ഫലസ്തീനായിരുന്നു. മൂസ നബി അലൈഹിസ്സലാമുടെ കാലശേഷം യൂഷഹ് നബി അലൈഹിസ്സലാമുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ഫലസ്തീനിൽ പുനർപ്രവേശിച്ചു. പിന്നീട് അവർക്കിടയിലെ രാജാക്കന്മാരുടെ പ്രവാചകന്മാരുടെയും പ്രവർത്തന രംഗം ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരങ്ങളിലായിരുന്നു. അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോയി ആ പരിസരം കാണിച്ചു കൊടുത്തതിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. കഅബ പോലെ ഇബ്രാഹിമി മില്ലത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരാധനാലയം എന്ന നിലയിലായിരിക്കാം ആദ്യകാലത്ത് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്. യഹൂദരും ക്രൈസ്തവരും ഇസ്ലാമിനെ തള്ളിപ്പറയുന്നു എന്നതുകൊണ്ട് പ്രവാചകന്മാരുടെ ആരാധനാലയമായ മസ്ജിദുൽ അക്സായോട് മുസ്ലിങ്ങൾക്കുള്ള ആദരവിന് മങ്ങലേൽക്കുകയില്ലെന്ന് തെളിയിക്കുക എന്നതും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. ഇന്നും ലോക മുസ്ലിങ്ങളുടെ 3-ാമത്തെ തീർത്ഥാടന കേന്ദ്രമാണല്ലോ മസ്ജിദുൽ അക്സ. അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നിലയിൽ തീരുമാനിച്ചതല്ല, അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചതാണെന്ന് 2-ാമത്തെ അധ്യായത്തിലെ 143-ാം സൂക്തത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഖുർആന് പുറമേയും അള്ളാഹു
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അതായത് ബോധനം നൽകിയിട്ടുണ്ട് എന്നതിന് ഇത് വ്യക്തമായ തെളിവാകുന്നു. പ്രവാചകനെ നിയോഗിക്കുകയും വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും നമസ്കാരം നിർബന്ധ അനുഷ്ഠാനമായി വിധിക്കുകയും ചെയ്ത അള്ളാഹുവിന് തന്നെയാണ് നമസ്കാരത്തിൽ വിശ്വാസികൾ എങ്ങോട്ട് തിരിയണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും. സ്വന്തം ഹിതത്തെയും ഇഷ്ടനിഷ്ടങ്ങളെയും അള്ളാഹുവിൻ്റെ ഹിതത്തിന് വിധേയമാക്കുകയാണ് ഉത്തമദാസന്മാർ ചെയ്യേണ്ടത്. 33-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവൻ വ്യക്തമായ നിലയിൽ പിഴച്ചു പോയിരിക്കുന്നു. നിയമദാതാവായ അള്ളാഹുവിന് സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസൃതമായി നിയമങ്ങൾ ഭേദഗതിയോ ചെയ്യാനും അവകാശമുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാഗം മാത്രമേ അള്ളാഹു കിബിലയായി നിശ്ചയിക്കാൻ പാടുള്ളൂ എന്നും ഒരിക്കൽ കിബില തീരുമാനിച്ചാൽ അത് മാറ്റാൻ അള്ളാഹുവിന് അധികാരമില്ലെന്നും ആര് വാദിച്ചാലും അത് തനി മൗഢ്യമാകുന്നു. 2-ാമത്തെ അധ്യായത്തിലെ 106-ാമത്തെ വചനം ഇങ്ങനെയാണ്: വല്ല ആയത്തും ഞാൻ ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരും. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്? കിബിലയുടെ വിഷയത്തിൽ വിമർശനം നടത്തുന്നവരോട് എല്ലാ ദിക്കുകളും അള്ളാഹുവിൻ്റെ തന്നെയാണെന്ന് വ്യക്തമാക്കാനാണ് അള്ളാഹു 2-ാമത്തെ അധ്യായത്തിലെ 142-ാം സൂക്തത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചൊരുക്കിയ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ദിക്ക് സ്വന്തവും മറ്റു ദിക്കുകൾ അന്യവുമാകുന്ന പ്രശ്നമേ ഇല്ല. മദീനയിൽ നിന്ന് വടക്കോട്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെ തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന മുസ്ലിങ്ങൾ തെക്കോട്ട് കഅബയുടെ നേരെ തിരിഞ്ഞു നമസ്കരിക്കാൻ തുടങ്ങിയതിനെ ആണല്ലോ എതിരാളികൾ വിവാദമാക്കിയത്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം കഅബയും മസ്ജിദുൽ അഖ്സയും അവൻ്റേത് തന്നെയാണ്. തെക്കും വടക്കും ദിക്കുകളും അതുപോലെ തന്നെ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ജനവിഭാഗങ്ങളും ഉണ്ടാകും. ആ രണ്ട് ദിക്കുകളും അള്ളാഹുവിന് അന്യമല്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വിശ്വാസികൾക്ക് ഒരു കിബില നിശ്ചയിച്ചു കൊടുത്താൽ അവർ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ ബാധ്യസ്ഥനാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണ മനസ്സോടെ പാലിക്കുകയും ചെയ്യുക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം അഥവാ നേരായ ജീവിതപാത. അള്ളാഹു നേർവഴിയിലാക്കിയവർക്ക് മാത്രമേ ആ പാതയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ആരെയാണ് അള്ളാഹു നേർവഴിയിലാക്കുന്നതെന്ന് ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹു തൻ്റെ പ്രീതി തേടിയവരെ അതായത് വേദഗ്രന്ഥം മുഖേന സമാധാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്നു. തൻ്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. 4-ാമത്തെ അധ്യായത്തിലെ 115-ാമത്തെ വചനം ഇങ്ങനെയാണ്: തനിക്ക് സന്മാർഗം വ്യക്തമാക്കി കഴിഞ്ഞ ശേഷം ആരെങ്കിലും റസൂലുമായി എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുകയാണെങ്കിൽ അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുകയും നരകത്തിലിട്ട് നാം അവനെ കരിക്കുകയും ചെയ്യും. അതെത്ര മോശമായ പര്യവസാനം! സത്യത്തോടും സന്മാർഗത്തോടും താല്പര്യം കാണിക്കുന്നവരെയാണ് അള്ളാഹു നേർവഴിയിലാക്കുന്നതെന്നും സത്യനിഷേധത്തോടും ദുർമാർഗത്തോടും ആഭിമുഖ്യം കാണിക്കുന്നവരെ അവർ തിരിഞ്ഞ് വഴിക്ക് തന്നെ അള്ളാഹു തിരിച്ചുവിടുമെന്നും ഈ സൂക്തങ്ങളിൽ നിന്ന് ഗ്രഹിക്കാം. സന്മാർഗം ഇഷ്ടപ്പെടുന്നവരെ ദുർമാർഗത്തിലേക്ക് നീക്കാനോ ദുർമാർഗം ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലേക്ക് തിരിയാനോ നിർബന്ധിതരാക്കുക എന്നത് അള്ളാഹുവിൻ്റെ നയമല്ലെന്നത്രേ ഈ സൂക്തങ്ങളുടെ സൂചന. മനുഷ്യനെ അള്ളാഹു നേർവഴിയിലാക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് ഖുർആനിക പരാമർശങ്ങളെ ഈ സൂക്തങ്ങളുടെ വെളിച്ചത്തിലാണ് വിലയിരുത്തേണ്ടത്. 4-ാമത്തെ അധ്യായത്തിലെ 160-ാമത്തെ വചനം ഇങ്ങനെയാണ്:
അങ്ങനെ യഹൂദമതം സ്വീകരിച്ചവരുടെ അക്രമം നിമിത്തം അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന പല നല്ല വസ്തുക്കളും നാം അവർക്ക് നിഷിദ്ധമാക്കുകയുണ്ടായി. തൗറാത്തിലെ വിധിവിലക്കുകൾ ക്രിസ്ത്യാനികൾക്കും ബാധകമാണെന്ന് ഈസാ നബി അലൈഹിസ്സലാം വ്യക്തമാക്കിയതായി നിലവിലുള്ള ബൈബിളിൽ തന്നെ കാണാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സത്യമതം കൈയൊഴിച്ചുകൊണ്ട് പൗലോസിൻ്റെ മതവീക്ഷണങ്ങളെ പിന്തുടരുകയാണ് ക്രൈസ്തവ സഭകൾ ചെയ്തത്. തൗറാത്തിലെ നിയമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ലെന്നായിരുന്നു പൗലോസിൻ്റെ വിധി. അതേസമയം തന്നെ ക്രൈസ്തവ സഭ അല്ലാഹുവോ ഈസാ നബി അലൈഹിസ്സലാമോ അനുശാസിക്കാത്ത സന്യാസം പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും നിർബന്ധമാക്കിക്കൊണ്ട് നിയമമുണ്ടാക്കുകയും ചെയ്തു. 57-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ വചനം ഇങ്ങനെയാണ്: പിന്നീട് അവരുടെ പിന്നാലെ നാം നമ്മുടെ ദൂതന്മാരെ തുടർന്നയച്ചു. മറിയമിൻ്റെ പുത്രൻ ഈസായെയും തുടർന്ന് നാം അയച്ചു. അദ്ദേഹത്തിൻ്റെ ഇഞ്ചീൽ നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ പിന്തുടർന്നവരുടെ ഹൃദയങ്ങളിൽ നാം കൃപയും കരുണയും ഉണ്ടാക്കി. സത്യാസത്യത്തെ അവർ പുതുതായി നിർമ്മിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ പ്രീതി തേടുവാൻ വേണ്ടി അവരത് ചെയ്തു എന്നല്ലാതെ നാം അവർക്ക് അത് നിയമമാക്കിയിട്ടില്ല. എന്നിട്ട് പാലിക്കേണ്ട മുറപ്രകാരം അവരത് പാലിച്ചതുമില്ല. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അവരുടെ പ്രതിഫലം നാം നൽകി. അവരിൽ അധിക പേരും ദുർമാർഗികളാകുന്നു. 3-ാമത്തെ അധ്യായത്തിലെ 110-ാമത്തെ വചനം ഇങ്ങനെയാണ്: മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമൂഹമാകുന്നു നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് പിൻവലിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കാനും വേണ്ടി എന്ന് പറഞ്ഞത് പരലോക വിചാരണയുടെ വേളയിൽ പൂർവ്വപ്രവാചകന്മാർ അവരുടെ ജനതയ്ക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് മുസ്ലിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതിനെയും മുസ്ലിം സമൂഹത്തിന് സത്യസന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യം വഹിക്കുന്നതിനെയും സംബന്ധിച്ചാണെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇഹലോകത്ത് സത്യത്തിൻ്റെ സാക്ഷികളായി ജീവിച്ചവർക്ക് മാത്രമേ പരലോകത്ത് സത്യസാക്ഷ്യം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം പ്രസ്താവ്യമാകുന്നു. സ്വന്തം മനസ്സിൽ സംശയം ഉടലെടുത്താലും മറ്റുള്ളവർ സംശയം ജനിപ്പിച്ചാലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട മഹത് ഗുണം. 49-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. അവർ തന്നെയാകുന്നു സത്യവാന്മാർ. കിബില ആദ്യം മസ്ജിദുൽ അക്സയായും പിന്നീട് മസ്ജിദുൽ ഹറമായും നിശ്ചയിച്ചത് ദൃഢവിശ്വാസികളെയും ചാഞ്ചാട്ടക്കാരെയും തിരിച്ചറിയാൻ വേണ്ടിയാണെന്ന് 2-ാമത്തെ അധ്യായത്തിലെ 143 സൂക്തത്തിൽ നിന്ന് ഗ്രഹിക്കാം. ഈ രണ്ട് വിഭാഗങ്ങളും തിരിച്ചറിയാൻ വേണ്ടി എന്ന് പറഞ്ഞതിന് ഇവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹുവിന് നേരത്തെ അറിവുണ്ടായിരുന്നില്ലെന്ന് അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ അറിവ് സാർവത്രികവും കാലാതീതവുമാകുന്നു. 57-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. നാം അതിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. എന്നാൽ മനുഷ്യരുടെ കർമ്മങ്ങളും പേരിൽ അള്ളാഹു അവർക്ക് പ്രതിഫലമോ ശിക്ഷയോ നൽകുന്നത് അവർ പ്രവർത്തിച്ചത് അവർ അറിഞ്ഞതിൻ്റെയും അവൻ നിയോഗിച്ച മലക്കുകൾ രേഖപ്പെടുത്തിയതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും എന്നത്രേ. വിവിധ ഖുർആൻ സൂക്തങ്ങളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് കഅബ കിബിലയാക്കിയപ്പോൾ അതിനു മുമ്പ് മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുകയും ആ അവസ്ഥയിൽ മരിച്ചു പോവുകയും ചെയ്തവരുടെ നമസ്കാരം നിഷ്ഫലമായി പോകുമോ എന്ന് സഹാബികളിൽ ചിലർക്ക് ആശങ്ക തോന്നുകയുണ്ടായി. ആ ആശങ്ക ദൂരീകരിക്കുന്നതത്രേ വമാ കാനല്ലാഹു ലിയദീഹു ഈമാനക്കും എന്ന വാക്യം. ശരിയായ വിശ്വാസത്തോടെ നമസ്കരിച്ചവർക്ക് അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. മനസ്സിലെ ഉറപ്പിനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള
സൽക്കർമ്മങ്ങൾക്കും കൂടിയാണ് ഈമാൻ എന്ന് പറയുന്നതെന്ന് ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാമെന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു.